Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഈവനിംഗ് സ്നാക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. രാവിലെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ 4 മണി ചായക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് അധികം അളവിൽ തയ്യാറാക്കിയെടുക്കുക കേട്ടോ മാവ്. അപ്പോൾ ഞാനിതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഈവനിങ് സ്നാക്കായിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് അധികം ഇടുന്നില്ല, കുറച്ചൊരു മധുരത്തിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കടിയായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാനാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു മാവ് ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ദോശയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താണല്ലോ അരച്ചെടുക്കുക. അതിന് പകരം നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ മാവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അത് ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 10 മണിക്കാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി വൈകുന്നേരം 4 മണി ചായക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മക്കൾക്ക് ചുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് സാധാരണ ദോശയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പോലെ അപ്പസോഡ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയും സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 4 മണി ചായയുടെയൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. 4:30-5 മണിയൊക്കെ ആവാനായി. അപ്പോൾ നമുക്ക് നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ട് ദോശ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇവിടെ പാന് വെച്ച് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഹോളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടൊന്നുമില്ല, ദോശ ചുട്ടെടുക്കുന്ന പോലെ വേണമെങ്കിൽ മൂടിയൊക്കെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ അടുത്തത് കുറച്ച് മൊരിപ്പിച്ചിട്ടാണ്, കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചായക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കണം. നുറുക്ക് ഗോതമ്പൊക്കെ നമുക്ക് ഇങ്ങനെ മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ കഴിയുള്ളൂ. നമുക്കിതുപോലെ ദോശ ചുട്ടെടുത്തിട്ടും പലതരത്തിലുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടൊക്കെ വേണമെങ്കിൽ മക്കൾക്ക് കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്